ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊച്ചി എറണാകുളത്തപ്പം ഗ്രൗണ്ടിലെ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള തിരച്ചിലാണ്. നമുക്ക് 2-3 സ്ഥലത്ത് തന്നെ ഇവിടെ പാർക്കിംഗ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പാർക്കിംഗ് വരുന്നത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ തന്നെയാണ്. പിന്നെ നമുക്ക് ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ നമുക്ക് പാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ബോട്ട് ജെട്ടിയിലും ഇതിന്റെ പാർക്കിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. നമുക്ക് എക്സ്പോയിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെയായിട്ട് ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഷോപ്സ് ഉണ്ടായിരുന്നു. കുത്തമ്പള്ളി ഹാൻഡ്ലൂംസിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ഷോപ്സ്. എക്സ്പോയിലോട്ട് കയറിനേക്ക് മുന്നുള്ള വഴി തന്നെയായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ചേച്ചിയുടെ കയ്യിലെ സിൽവർ ഓക്സിഡൈസ് ജ്വല്ലറി കളക്ഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇതിൽ കാണുന്ന ഏറ്റവും വലിയ ജുമുക്കക്ക് പോലും 150 റുപ്പീസ് ഉള്ളൂ. കയറി വരുമ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് അവിടെ അവർ ഒരുക്കിയിരിക്കുന്നത്. മറൈൻ എക്സ്പോന്റെ തീമിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് തന്നെയാണ് അവരവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് നമുക്ക് ക്യാഷ് ആയിട്ടോ അതല്ലെങ്കിൽ ഗൂഗിൾ പേ ആയിട്ടും ചെയ്യാം. 120 റുപ്പീസ് പെർ ഹെഡാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി തികച്ചും ഫ്രീ ആണ്. മറൈൻ എക്സ്പോന്റെ ടൈമിംഗ് വരുന്നത് ഈവനിങ് 4 PM to 9:30 PM ആണ്. സെപ്റ്റംബർ 29 വരെയാണ് ഇവർ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യും. വെക്കേഷൻ ടൈം ആയിരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. ഇനി നിങ്ങളെ ഉള്ളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പല ടൈപ്സ് ഓഫ് ഫിഷിൻ്റെ വലിയൊരു ലോകം തന്നെയായിരുന്നു ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്.
അങ്ങനെ ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ അവസാനിച്ചു. ഒരു കടലിന്റെ ഉള്ളിൽ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. അവിടുന്ന് നേരെ എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തുള്ള സ്റ്റോൾസിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. നമ്മൾ കോട്ട ഫാബ് എക്സിബിഷനും അതേപോലെ തന്നെ ഓണം ഫെസ്റ്റിനൊക്കെ കണ്ട പോലെ തന്നെ ഒരുപാട് സ്റ്റോൾസിന്റെ നേരെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. മറൈൻ വേൾഡിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്നപ്പോഴായിരുന്നു ഇത്ര അമേസിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച ഇവിടെ കണ്ടത്. മറൈൻ എക്സ്പോന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു ഈ ഒരു മെർമെയ്ഡ് ഷോ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലൈവ് മെർമെയ്ഡ് ഷോ വന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെ ഞങ്ങൾ അത് കണ്ടുകൊണ്ട് നിന്നുപോയി. ദൂരെയുള്ളവർക്ക് ഇനി ഇത് കൊച്ചിയിൽ വന്ന് കാണാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം വേണ്ട. ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മെർമെയ്ഡിന്റെ ഷോന്റെ ഇപ്പുറത്ത് തന്നെ നമുക്ക് സ്കൂബ ഡൈവറിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അവരുടെ ഷോ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും വേറൊരു അക്വേറിയം നമ്മളവിടെ കണ്ടു. അതിൻ്റെ അകത്ത് പല വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ സ്റ്റാർ ഫിഷിനെ മാത്രമേ മനസ്സിലായിട്ടുണ്ടായുള്ളൂ. എനിക്കൊരു സജഷൻ ആയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെയൊക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഈ ഫിഷിന്റെ ചുണ്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇവിടെയും കൊണ്ട് നമ്മുടെ മറൈൻ വേൾഡിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ഇനി ഫുൾ സ്റ്റോൾസ് ആയിരുന്നു. ബാക്കി എക്സിബിഷന്റെ സ്റ്റോൾസിലെ റേറ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സ്റ്റോൾസ് കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഈ കിടക്കുന്ന ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 650 ആണ് അവർ പറഞ്ഞത്. നിങ്ങൾ കുറച്ചും കൂടെ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അവർ റേറ്റ് കുറച്ച് തരും. അടുത്തത് പോയത് ഈ ഒരു ഫേർണിച്ചർ ഷോപ്പിലോട്ടായിരുന്നു. ഇവിടുത്തെ ഫേർണിച്ചറൊക്കെ 40% ഡിസ്കൗണ്ടിലായിരുന്നു ഇട്ടിരുന്നത്. ഇവിടുത്തെ ഫേർണിച്ചറൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും.
നടക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് നടക്കണം. ചെറിയ ചെറിയ കുഴികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചേച്ചി പോയി ആ കുഴി വീണു, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അടുത്തത് ഞങ്ങൾ പോയത് ഞങ്ങളുടെ സ്ഥിരം കോലാപ്പൂരി ചപ്പൽസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലായിരുന്നു. അവിടുത്തെ കുറേ കളക്ഷൻസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോലാപ്പൂരി ചപ്പൽ ഞങ്ങൾ വാങ്ങി. ഈ കാണുന്ന കോലാപ്പൂരിയാണ് എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഈ കാണുന്ന കോട്ടൺ അജ്രക് കുർത്തീസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ്. ഇവിടെ സൈസ് അപ് ടു 46 വരെയാണ് ഉള്ളത്. കുർത്തീസിന്റെ ഒക്കെ റേറ്റ് വരുന്നത് 600 റുപ്പീസ് ആണ്. നിങ്ങളിപ്പോൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കിട്ടും. ഇവിടുത്തെ സ്റ്റോൾസിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. നമുക്കിനി പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. പുറത്തെ കാഴ്ചകൾ പറയാണ്ടിരിക്കാൻ വയ്യ. അതൊരു വേറെ വേൾഡ് തന്നെയായിരുന്നു. ഒരുപാട് ഗെയിംസും റൈഡ്സ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ഗെയിംസ് നമുക്ക് കളിക്കാനായിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും 50 റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു ഗെയിം ഞങ്ങളും പോയി കളിച്ചു.
ദേ ആദ്യം അപ്പനായിരുന്നു കളിക്കാൻ വേണ്ടി കളത്തിലോട്ട് ഇറങ്ങിയത്. അപ്പനപ്പന്റെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. ലാസ്റ്റ് അപ്പന്റെ കയ്യിലെ റിങ്സ് എല്ലാം കൂടെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മയാണ് ഇനി അടുത്തത് കളത്തിലോട്ട് വരുന്നത്. ഇടുക്കിയിലെ കറണ്ട് വരെ കളഞ്ഞല്ലാടോ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. നൈറ്റ് ആയപ്പോഴേക്കും വേറൊരു വൈബ് തന്നെയായിരുന്നു അവിടെ. എല്ലാത്തിലും ലൈറ്റ്സ് ഒക്കെ ഇട്ട് റൈഡ്സ് ഒക്കെ കാണാൻ എന്ത് സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് ഈ കാണുന്ന റൈഡ്സിൽ കുറേ റൈഡ്സിൽ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പേടി കാരണം കയറിയില്ല. അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഈ റൈഡ്സിൽ ഉണ്ടായിരുന്നു, കാരണം നമുക്കതിൽ ആൾക്കാർ കയറുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും. റൈഡ്സിൽ കയറുന്ന ആൾക്കാർക്കൊന്നും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ ഇച്ചിരി പേടി കൂടുതലുള്ളത് കൊണ്ട് പിന്നെ കയറാൻ നിന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന മിക്ക റൈഡുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരുന്ന പാരൻസ് ഒട്ടും പേടിക്കേണ്ട, അവർ ശരിക്കും എൻജോയ് ചെയ്തോളൂ. ഇവിടെ ഇവരെത്ര ഹാപ്പി ആയിട്ട് ഈ റൈഡ് എൻജോയ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ഈ റൈഡിൽ കയറണമെന്ന് ഞങ്ങൾ ഒരുപാട് നേരം നോക്കി നിന്നു. ലാസ്റ്റ് പേടി കാരണം അതിലും കയറിയില്ല. കയറാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങളത് കണ്ട് എൻജോയ് ചെയ്ത് നിന്നു. എല്ലാവരും എത്ര ആശ്ചര്യത്തോടെ ഇവിടെ നോക്കിയിരിക്കണേന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിൽ. അങ്ങനെ ഞങ്ങളുടെ മറൈൻ എക്സ്പോയിലെ കാഴ്ചകളൊക്കെ കണ്ടതേ ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ലൊക്കേഷൻ വരുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ്.
സെപ്റ്റംബർ 29th വരെയാണ് ഇത് ഉള്ളത്. നിങ്ങൾ അതുകൊണ്ട് എത്രയും വേഗം തന്നെ വന്ന് ഇത് കാഴ്ചകളൊക്കെ ആസ്വദിക്കൂ. ടൈമിംഗ് വരുന്നത് 4 PM to 9:30 PM വരെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.